ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക് അത് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ശത്രുദോഷം പെട്ടെന്ന് ബാധിക്കാം, അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കേട്ടിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്, ശത്രുദോഷം ഇതിപ്പോൾ എന്തോ പറയാനാണ്, കേട്ട് നോക്കുക. ഞാനിത് പറയുന്നതിന് തൊട്ട് മുമ്പും ഞാൻ ഇതിൽപ്പെട്ട ഒരു നക്ഷത്രത്തിലെ ഒരാളുടെ ഗ്രഹനിലയെടുത്ത് വിശദമായിട്ട് പല കാര്യങ്ങളും അത് മനസ്സിലാക്കിയിട്ട് അയാളുടെ അവസ്ഥ വളരെ പഠിച്ചിട്ട് ഞാൻ ചില പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കും. അയാളുടെ ജീവിതം ഉടൻ തന്നെ മാറിത്തുടങ്ങുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പം ഞാനിങ്ങനെ എത്രയോ ജീവിതങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അത് കൃത്യമാണ്, അതിനുള്ള പരിഹാരവും പറയുന്നുണ്ട്. ശത്രുദോഷമൊന്നും ഞാൻ ഉദ്ദേശിക്കുന്ന സമയദോഷമാണ്, അല്ലാതെ ആരും ഒന്നും ചെയ്തും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. സമയദോഷം എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകമാണ്. കാരണം അത് നിങ്ങൾ മുഴുവൻ കാണണം. ഇപ്പം നിങ്ങൾക്ക് 10-15 മിനിറ്റ് വീഡിയോയ്ക്ക് വേണ്ടി ചെലവഴിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സമയമായിരിക്കുമെന്ന് ഞാൻ പറയും. കാരണം 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ കൈരേഖയും ഗ്രഹനിലയും നോക്കിയ അനുഭവത്തിൽ നിന്നായി പറഞ്ഞു തരുന്നത്, അല്ലാതെ അവിടെ ഇവിടെ കാണുന്ന പുസ്തകത്തിൽ നിന്നോ ഒന്നുമല്ല, ഒരു വീഡിയോയ്ക്ക് വേണ്ടിയോ അങ്ങനെ ചെയ്യുന്ന ആളല്ല ഞാൻ പറയുന്നത്. സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും, അതേ പ്രയോജനം ചെയ്യത്തുള്ളൂ. ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് മാറ്റം വരത്തുള്ളൂ. അപ്പോൾ അത് ഏതൊക്കെ നക്ഷത്രക്കാരാണ്, അവരെന്തൊക്കെ ശ്രദ്ധിക്കണം, എന്ത് പരിഹാരം ചെയ്യണം. ഞാൻ പറയുന്ന പരിഹാരം വേറെ ആരും പറഞ്ഞു തരാത്ത പരിഹാരമാണ്, ലളിതമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്, ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. അത് മുഴുവൻ മനസ്സിലാക്കിയിട്ട് കണ്ടിട്ട് ചെയ്യണം. അപ്പോഴേ അത് വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ വീഡിയോ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ 100% ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇത് നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. അത്ര ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതുപോലെ അനുഭവമുള്ള കാര്യമാണെന്ന് കൂട്ടിക്കും. ഒരു സംശയം വേണ്ട. അറിയാതെ പോയാൽ പല കാര്യങ്ങളും ജീവിതത്തിൽ അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരാം ഈ നക്ഷത്രക്കാർ. അത് അറിഞ്ഞ് പരിഹാരങ്ങൾ ചെയ്താൽ അവർക്ക് ആ ഏറ്റവും നല്ല ഉയർച്ചയിലേക്ക് പോയ അനുഭവമുണ്ട്. പിന്നെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനിയിപ്പം അല്ലാതെ കുറച്ച് പുണ്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരണമെന്നുമില്ല. ഇപ്പം ജനിച്ച സമയവും ഒക്കെ ഗ്രഹസ്ഥിതി വലിയ കുഴപ്പമില്ലാതാണെങ്കിൽ ഈ നക്ഷത്രമാണെങ്കിൽ പോലും ചിലർക്ക് ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ട് വരണമെന്നുമില്ല. പക്ഷേ പല ആളുകളെയും ഞാനീ പറയാൻ പോകുന്ന നക്ഷത്രത്തിലെ ശത്രുദോഷം, സമയദോഷം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, പെട്ടെന്ന് ബാധിക്കുന്നതായിട്ടും ജീവിതം പെട്ടെന്ന് ഒരവസ്ഥയിലേക്ക് വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അതിന് കൃത്യമായ പരിഹാരം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അവിടെയാണ് അതിൻ്റെ കാര്യം ഇരിക്കുന്നത്. 10-15 വർഷങ്ങളെ ജീവിതം ഒന്നുമല്ലാതെ നശിപ്പിച്ച് കളഞ്ഞ കഴിവുള്ള, ഒന്നാമതായിട്ട് പഠിച്ചു വന്ന മിടുക്കന്മാരായ ആളുകൾ, ജീവിതത്തിൽ ഒന്നും ആകാതെ പോയ 15 വർഷങ്ങൾ വരെ വെറുതെ നശിച്ചു പോയ ആളുകളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായവരുണ്ട്. അത് കഴിഞ്ഞ് അത്ര പ്രാധാന്യം സമയദോഷത്തിന്. മറ്റ് ഇതറിയുമ്പോഴാണ് ജീവിതം മാറുന്നത്. അതുകൊണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ ഒന്നുകിൽ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടായിരിക്കാം. ആർക്കും പറഞ്ഞും കൊടുക്കുക. എന്നിട്ട് ഈ നക്ഷത്രക്കാർക്ക് മാത്രമേ ശത്രുദോഷം ഉണ്ടാകത്തുള്ളൂ എന്നല്ല പറഞ്ഞാൽ, കൂടുതലായിട്ട് സമയദോഷം അല്ലെങ്കിൽ ശത്രുദോഷം പെട്ടെന്ന് ബാധിക്കുന്ന ചില നക്ഷത്രക്കാർ. അതിനെന്ത് പരിഹാരം ചെയ്യാം, എന്തൊക്കെ ശ്രദ്ധിക്കാം, ഒരു കുഴപ്പമില്ല, ജീവിതത്തിൽ ഏറ്റവും ഉയർച്ച ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി വീഡിയോ വരുന്ന ആളല്ല. ഞാൻ ആളുകൾക്ക് നിർദ്ദേശങ്ങൾ കൊടുത്ത് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്ത് ജീവിതം മാറ്റുന്ന അനുഭവത്തിൽ നിന്നായി പറഞ്ഞു തരുന്നത്. അവിടെയാണ് കാര്യം കിടക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് ജീവിതം മാറ്റാൻ പറ്റും. ഞാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങളത് മനസ്സിലാക്കി ചെയ്യുന്നതുകൊണ്ടും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും കൂടെ വേണം. അപ്പോഴാണ് മാറും. അപ്പോൾ ഞാനായാലും എൻ്റെ ഭാഗം എല്ലാം ഞാൻ നല്ലതായിട്ട് എൻ്റെ അറിവുകളെ, അനുഭവങ്ങളെ, എൻ്റെ ഭാഗം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട നിങ്ങളാണ്. ദൈവാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് ചെയ്യുമ്പോൾ ജീവിതം നല്ല നിലയിലേക്ക് മാറും. വിശദമായിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ.
അത് കേട്ടിട്ട് ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും സ്വയം വീട്ടിൽ ചെല്ലാവുന്ന നല്ല പ്രാർത്ഥനകളും നന്മയുള്ള കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. നമ്മൾ ശിവനെ വിശ്വസിക്കുന്ന ആളാണ്, ശിവയോഗ ചെയ്യുന്ന ആളാണ്. ചെറുപ്പത്തിലെ ഞാൻ ക്രിയാകുണ്ടലം പ്രാണായാമം സ്വീകരിച്ചതാണ്. ബാബാജിയുടെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് ചുമ്മാ ഈ വിളിച്ചു പറയുന്ന പോലല്ല, നമ്മളൊക്കെ ആ പാതയിൽ സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ സത്യമുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ, നന്മയുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. അത് ജീവിതം മാറ്റുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഞാൻ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. വാട്സപ്പിൽ ഇടുക, പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും, എങ്ങനെ ചെയ്യുമെന്ന് പറയും. ഇത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഏതെങ്കിലും ഒരു കാര്യം ഒരു ചെറിയ വോയിസായിട്ട് വാട്സപ്പിൽ ഇട്ടാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എനിക്കറിയാവുന്ന നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. വലിയ കഥ പോലെ ഇടരുത്, എനിക്ക് സമയമില്ല. അതുകൊണ്ടാണ് എന്നെക്കൊണ്ട് പറ്റുന്ന നല്ല കാര്യമാണ് പറഞ്ഞാൽ ഞാൻ നല്ല കാര്യം പറഞ്ഞു തരത്തുള്ളൂ. ചെറിയ വോയിസായിട്ട് ഇടാവുള്ളൂ. ചിലരുണ്ട്, അവരിപ്പം മക്കളുടെ കാര്യം ചോദിച്ചു, ഞാനപ്പോൾ എന്തോന്നും പറഞ്ഞു കൊടുത്തു, പിന്നെ വലിയൊരു ലിസ്റ്റാണ് വരുന്നത്. അത് ചെയ്യരുത്. നമ്മളൊരു കാര്യം പറഞ്ഞു തന്നാൽ അത് ചെയ്യുക, നിങ്ങൾക്ക് മാറ്റം വരുമ്പോൾ നമുക്ക് സന്തോഷം. ഇപ്പോഴും ഒരുപാട് വെറുതെ മെസ്സേജ് ചെയ്യരുത്. പിന്നെ നോക്കാനാണെങ്കിൽ നോക്കാനാകുമ്പോൾ ഇടാം, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എന്നിട്ട് പറ്റുമ്പോൾ അത് നോക്കുന്നതിൻ്റെ കാര്യങ്ങൾ പറയും. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളൊരു കാര്യം നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാതെ ഒരു കാര്യം മാത്രമേ പറയാവൂ. ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ പിന്നെയും കുറേ കാര്യങ്ങൾ ഇടരുത്. അതൊരു സത്യമില്ലായ്മയാണ്. നമ്മൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം പ്രയോജനം കിട്ടട്ടെ എന്നൊരു സമയമില്ലാത്തത് പറഞ്ഞു തരുന്നതാണ്. അതിന് ബീസോ നമ്മൾ ജസ്റ്റ് പറഞ്ഞു തരുന്നതിന് ബീസോ കാര്യങ്ങളൊന്നും ഇടരുത്. ഇട്ടാൽ ഞാൻ തിരിച്ചിടും. ഞാൻ വിശദമായിട്ട് നോക്കുന്നതിന് മാത്രം ഞാൻ ചെറിയൊരു തുക പറയും. അത് ആവശ്യമുള്ളവർ ചെയ്യാതെ ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നതിനൊന്നും എനിക്കൊരു ബേസ് ഇടരുത്. ചില ഇടുന്നവരുണ്ട്, ഞാൻ തിരിച്ച് അതുപോലെ ഇട്ട് തരും. അതുകൂടെ പറഞ്ഞേക്കാം. കാരണം നമ്മൾ ആ ശിവനെ വിശ്വസിക്കുന്നതാണ്. നമ്മൾ സത്യത്തെ കണ്ട അനുഭവം, അല്ലെ സത്യത്തെ അനുഭവിക്കുന്ന അനുഭവമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അല്ലാതെ ഒരു എത്തിക്സ് ഉണ്ട് അല്ലാത്ത, അത് ശിവനാണ്. അത് അറിഞ്ഞവർക്കേ അറിയത്തുള്ളൂ, അല്ലാത്തവർക്ക് അത് അറിയത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം, വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോഴേ ആദ്യം പറയുന്ന നക്ഷത്രം പൂരം. ഞാൻ ഓർഡറായിട്ടല്ല പറയുന്നത് കേട്ടോ, എനിക്ക് ആ ഓർമ്മ വരുന്ന രീതിയിൽ അങ്ങ് മുറയ്ക്ക് പറയുകയാണ്. പൂരം നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ശത്രുദോഷം, ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് സമയദോഷം ബാധിക്കാം. എങ്ങനെ ബാധിക്കാം? ഇവർക്ക് ചിലപ്പം കഴിവുള്ളവരാണ്, നല്ല കഴിവുള്ളവരാണ്. പക്ഷെ സമയത്തൊരു നല്ല ജോലി കിട്ടാൻ, സമയത്തൊരു നല്ല ജോലി പ്രവേശിക്കാൻ, സമയത്ത് സ്വത്തുവകകൾ സമ്പാദിക്കാൻ ഒക്കെ ഈ ശത്രുദോഷം ബാധിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരും. സമയദോഷം ബാധിക്കുന്നവർക്ക് വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, സാമ്പത്തികമായ ബാധ്യതകൾ, എന്ത് ചെയ്താലും രക്ഷപ്പെടാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരെ ശത്രുദോഷം, സമയദോഷം ബാധിച്ചാൽ പിടികൂടും. പെട്ടെന്ന് ഇവർക്ക് മനസ്സിലാകത്തില്ല ഇവർക്ക് ഈ സമയദോഷമാണ്. അതാ വേറൊരു രസം. ഇവർ എന്തോ ഒരു ഇതിലങ്ങ് മുന്നോട്ട് പോകും, എന്തോ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ജീവിതത്തിൽ പല പല പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവിടെ ചെയ്യാവുന്ന കാര്യം അവസാനം ഞാൻ 2 പരിഹാരം പറഞ്ഞു തരുന്നുണ്ട്. അവസാനം അതാരും പറയാത്ത കാര്യമാണ്, അതുകൊണ്ടത് ആവശ്യമുള്ളവർ കാണുക. ഇപ്പം ഞാൻ പറഞ്ഞു പോകുന്ന പരിഹാരം കൂടാതെ പറയുന്നുണ്ട് അവസാനം. ഇപ്പം ഞാൻ അതിന് പറയുന്ന നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ് ചെയ്തവർക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്ത് ചെയ്യണം? അതായത് നിങ്ങൾ ഭക്ഷണവും വെള്ളവും ഒക്കെ കൂട്ടുകാരായിക്കോട്ടെ, നൈബേഴ്സ് ആയിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, ഇങ്ങനെ വീടുകളിൽ അവരുടെ പലയിടത്തും പോകുമ്പോഴും കൂട്ടുകാരൊക്കെ തരുന്നതാണേലും ഭക്ഷണമോ വെള്ളമോ കഴിവതും ഒഴിവാക്കുക. എന്ന് കരുതി അവരാരും അതിലൊന്നും ഇടുവെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങളങ്ങ് ഒഴിവാക്കുക. ഇനി അത്യാവശ്യം കൂട്ടുകാരോ പിന്നെ നൈബേഴ്സോ ബന്ധുക്കളോ ഒക്കെ ഭക്ഷണമോ വെള്ളം തന്നാൽ കഴിക്കാം, അതിനകത്ത് തെറ്റില്ല. പക്ഷെ കഴിവതും ഒഴിവാക്കുക. കാര്യം എന്നാണെന്നറിയോ? ഇപ്പോൾ ഒരാൾ നമ്മളോടൊരു വെളിയിൽ ചിരിച്ച് പുറമേ ചിരിച്ച് കളിച്ച് അകത്ത് വെറുപ്പോടുകൂടി ഒരു ഭക്ഷണമോ വെള്ളമോ തന്നു കഴിഞ്ഞാൽ, നമ്മളത് കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ നെഗറ്റീവ് ചിന്താഗതി നമ്മളെ ബാധിക്കാം. പക്ഷെ നമുക്കവരെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മളാരും സംശയിക്കുകയും ചെയ്യരുത്. കാരണം നമ്മൾ സംശയിക്കുന്ന ഒരാളായിരിക്കത്തില്ല ചിലപ്പം അകമേ വെറുപ്പുള്ളത്, പുറമേ ചിരിച്ചുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ ആളായിരിക്കത്തില്ല, അതിൽ ചിലപ്പോൾ നല്ല ആളായിരിക്കും. അതുകൊണ്ട് ആരെ സംശയത്തിൻ്റെ ഇത് നോക്കുകയും ചെയ്യരുത്, അത് മഹാഭാവമാണ്. അപ്പം നമ്മൾ ഇത് കഴിവതും അങ്ങ് ഒഴിവാക്കി ഒരു 3 മാസം നിങ്ങൾ നോക്കുക. വെളിയിൽ നിന്നുള്ള എന്ന് വെച്ചാൽ മറ്റുള്ളവർ മേടിച്ച് തരുന്ന ഭക്ഷണവും, ഇപ്പം നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി, അല്ലെങ്കിൽ നമ്മളെ ഒരു അയൽവക്കത്ത് പോയി, അല്ലെങ്കിൽ ബന്ധുക്കാരുടെ വീട്ടിൽ പോയി, അങ്ങനെ ഈ പോകുന്ന ചില ആളുകളുണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയും
അത് കഴിവതും ഒരു 3 മാസത്തേക്കൊന്ന് ഒഴിവാക്കി നോക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ കൂട്ടുകാരും മേടിച്ചു കൊടുക്കുന്നത് ഒന്ന് ഒഴിവാക്കി നോക്കുക. ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് സംഭവിക്കും. ഞാൻ പറഞ്ഞു ചെയ്തവർക്ക് അങ്ങനെ ടേണിംഗ് പോയിൻ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് സ്വന്തം നിലയിൽ സ്വന്തമായിട്ട് തൊഴിലേക്ക് വന്ന് രക്ഷപ്പെട്ടവരുണ്ട്, കാശുണ്ടാക്കിയവരുണ്ട്, ജീവിതം മാറിയവരുണ്ട്. എന്നൊരു അത്യാവശ്യത്തിന് ഇപ്പം കൂട്ടുകാരൊക്കെ ഭക്ഷണം വെള്ളം മേടിച്ച് അത്യാവശ്യം വല്ലപ്പോഴും കഴിക്കുന്നതിലോ വെള്ളം കുടിക്കുന്നതിലോ ഒന്നും തെറ്റില്ല. ബന്ധുക്കളുടെ വീട്ടിൽ പോകുന്ന അത്യാവശ്യം ചില ഭക്ഷണം വെള്ളം കുടിച്ചു തെറ്റൊന്നുമില്ല, അല്ലെ പിന്നെ അയൽപക്കത്ത് പോയി. പക്ഷെ ഇത് കഴിവതും ഒഴിവാക്കുക, വല്ലപ്പോഴുമൊക്കെ സെറ്റില്ല. ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. പിന്നെ ഭദ്രകാളി കൃഷ്ണൻ്റെ 2 രഹസ്യമായ വിദ്യകൾ ആരും പറഞ്ഞു തരാത്ത കാര്യം അവസാനം പറഞ്ഞു തരുന്നു, അതുകൂടെ ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചവർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ വർഷങ്ങൾ കഴിവുണ്ട്, ഒന്നാമതായിട്ട് പഠിച്ചു വന്ന് വർഷങ്ങൾ വെറുതെ സാധാരണ ജോലി ചെയ്തു ജീവിതം പ്രാരബ്ധമായി പുതിയ പുതിയ കാര്യങ്ങൾക്ക് ജോലികൾക്കൊക്കെ ശ്രമിച്ചിട്ട് അതിലെല്ലാം തടസ്സങ്ങൾ വന്നു, ജീവിതം നശിച്ചു പോയ 15 വർഷങ്ങൾ വെറുതെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ വിജയിച്ചവരുണ്ട്. അത്രയും സമയം നമുക്ക് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല, ജീവിതം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ നഷ്ടപ്പെട്ട സമയങ്ങളിൽ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. എല്ലാവരും പറയും തിരിച്ചു പിടിക്കുകയാണ്. അതെങ്ങനെ തിരിച്ചു പിടിക്കുന്നു? തിരിച്ചു പിടിക്കുന്നത് അപ്പം ഭാവിയിൽ നമ്മൾ നേടേണ്ട കാര്യങ്ങളെ നേടത്തുള്ളൂ. അത് നഷ്ടപ്പെട്ടവരില്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. അത് നമ്മളൊരു ഇതിനു വേണ്ടി പറയുന്നത്. അതുകൊണ്ട് ജീവിതവും സമയം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. അടുത്തത് മൂലനക്ഷത്രം. മൂലനക്ഷത്രക്കാരും വളരെ വളരെ പെട്ടെന്ന് സമയദോഷങ്ങൾ ബാധിക്കുന്നവരാണ്. പെട്ടെന്ന് സമയദോഷങ്ങൾ ഇത് ഇവരുടെ തൊഴിലിനെ ബാധിക്കാം, കുടുംബജീവിതം, സാമ്പത്തിക പ്രശ്നങ്ങൾ, വീടിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ, തൊഴിലുയർച്ചകൾ, ഇതിനെയൊക്കെ ബാധിക്കാം. സൗഹൃദങ്ങൾ, സുഹൃത്ബന്ധങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവരും ചെയ്യേണ്ട കാര്യം ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ മൂലനക്ഷത്രക്കാർ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. സർപ്പദേവതയ്ക്ക് വഴിപാട് കൂടി ചെയ്താൽ നല്ലതാണ്. സർപ്പദേവയ്ക്ക് നാഗരാജന് നെയ്വിളക്ക് തെളിയിച്ച പെട്ടെന്ന് ഇവരുടെ ജീവിതം മാറും ഞായറാഴ്ച ചെയ്താൽ. ഈ മൂലനക്ഷത്രക്കാരും പെട്ടെന്ന് സമയദോഷം ബാധിക്കുന്ന നക്ഷത്രക്കാർ തന്നെയാണ്. എന്ന് വെച്ചാൽ എല്ലാവരും ഞാനീ പറയുന്നത് സാമാന്യ ഫലമാണ്, പൊതുഫലമാണ്. വീഡിയോ മുഴുവൻ പറയുന്നത് ഓരോരുത്തരും ജനിച്ച സമയം അനുസരിച്ചും കൈരേഖ അനുസരിച്ചും ഒക്കെ ഇതിൽ മാറ്റം വരും. എങ്കിലും ഇത് ചിലർക്കെങ്കിലും ആവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ പറയുന്ന സാമാന്യ ഫലങ്ങളാണ് ഈ വീഡിയോ പറയുന്ന മുഴുവനും ഈ വീഡിയോ പറയുന്നത്. എങ്കിലും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനിയും പറയുന്നത് കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രത്തിനും പെട്ടെന്ന് സമയദോഷങ്ങൾ ബാധിക്കാറുണ്ട്. ഇവരുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ചില പ്രതിസന്ധികൾ കടന്നു വരിക, ചിലപ്പം ചില മോശം വ്യക്തികളുടെ സ്വാധീനം ഉണ്ടാകുക, ഇതൊക്കെ ഇവർക്കുണ്ടാകും. സാമ്പത്തികമായ ചില ബാധ്യതകളിൽ ചെന്ന് ചാടുക, കുടുംബപരമായ ജീവിതങ്ങളിലൊക്കെ ചിലപ്പോൾ ചില ഒരു പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. സ്വത്ത് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ബ്ലോക്കായിട്ട് നിൽക്കാം, അനുഭവദോഷം ഉണ്ടാകാം. ഇതൊക്കെ ഈ സമയദോഷങ്ങൾ ഇവരെ പെട്ടെന്ന് ബാധിക്കുന്നുണ്ടാകാം. അപ്പം ഇനിയും പറയുന്നത് രേവതി നക്ഷത്രക്കാർക്ക് ഇതുപോലെ പെട്ടെന്ന് സമയദോഷങ്ങൾ ബാധിക്കും. അവരെ എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അവരോട് ചോദിച്ചാൽ അവരുടെ അനുഭവത്തിൽ ഈ പല കാര്യങ്ങളും അവർക്ക് അനുഭവം ഇല്ല എന്നുള്ളതാണ് സത്യം. പുറമേ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, പക്ഷെ അവരുടെ ആ മനസ്സെന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു തീച്ചൂള പോലെ ഇങ്ങനെ അവർക്ക് ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾ കാണും. അപ്പം അതൊരു സമയദോഷം തന്നെയാണ്. അപ്പം കാർത്തിക, പൂരം, മൂലം, രേവതി ഈ 4 നക്ഷത്രങ്ങൾ DNA അസ്ട്രോളജി അനുസരിച്ച്, DNA അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ സിദ്ധന്മാരുടെ ജ്യോതിഷമാണ്, തമിഴ് ജ്യോതിഷം. DNA അസ്ട്രോളജി അനുസരിച്ച് ചൊവ്വ കർമ്മ എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ ഈ DNA അസ്ട്രോളജി പറയുന്ന കർമ്മയല്ല, നെഗറ്റീവ് കർമ്മയെക്കുറിച്ചാണ് പറയുന്നത്. ചൊവ്വയുടെ നെഗറ്റീവ് കർമ്മയുള്ളവരാണ്, മാത്രമല്ല വ്യാഴകർമ്മയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികം ഇവരുടെ സമയദോഷങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികം സ്റ്റക്കാകും, തൊഴിൽ സ്തംഭനം ഉണ്ടാകും. അതുപോലെ ഭൂമി, സ്വത്ത്, വീട് ഇവ സംബന്ധമായിട്ട് ബാധ്യതകളോ പ്രതിസന്ധികളോ ഉണ്ടാകാം. കുടുംബപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇനിയും പറയാൻ പോകുന്ന രോഹിണി നക്ഷത്രം. ഇവരെ ഇപ്പോൾ ആരെങ്കിലും പറയുക എവിടെയെങ്കിലും ഇടത്ത് ചെന്നാൽ മതി, അവിടെ ഒരാളുണ്ട് നിങ്ങളെ നോക്കി കാര്യം പറയും, നിങ്ങൾക്ക് അയാൾ ചില കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് നിങ്ങളുടെ കാര്യം മാറും എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ രോഹിണി, ഉത്രം, പൂരാടം ഈ 3 നക്ഷത്രക്കാരാണ് ഒന്നും നോക്കത്തില്ല, ആരും അറിയാതെ പോകും. പക്ഷേ അവർ പോയി ചെന്ന് ചാടുന്ന കുടുക്കിലായിരിക്കും, പോയി ചാടുന്നത് ആ തെറ്റായ വഴികളിലായിരിക്കും. പക്ഷെ അത് ഇവർക്ക് മാത്രം മനസ്സിലാകത്തില്ല.
കുറേ ജീവിതത്തിൽ നഷ്ടങ്ങളും സമയനഷ്ടവും ജീവിതം അധപ്പതനമായി കഴിയുമ്പോഴേ ഇവർക്കത് അറിയത്തുള്ളൂ. അപ്പോഴത്തേനും കുറേ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാകും. അതിലൊരു നക്ഷത്രമാണ് രോഹിണി. എവിടെ ഇപ്പോൾ ഒരു സാമ്പത്തിക തട്ടിപ്പുണ്ടെങ്കിലും അല്ലെ എവിടെ ഒരുത്തൻ തട്ടിപ്പുകൊണ്ട് നടപ്പുണ്ടെങ്കിലും അവിടെ പോയി അങ്ങ് ചാടും. എന്നിട്ട് നമുക്കൊരു ബുദ്ധി ഈശ്വരൻ തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ വിശ്വസിക്കണം. എങ്കിലേ നമുക്കൊരാളെ നമ്മളെ ഒരാൾക്ക് പറ്റിക്കണമെങ്കിൽ നമ്മളൂടെ സമ്മതിക്കണം. നമ്മൾ സമ്മതിക്കാതെ നമ്മളെ ഒരുത്തും പറ്റിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കൂടെ കുഴപ്പമാണ്. എവിടെയെങ്കിലും ചെന്ന് ഒരുത്തിൻ്റെ കാലിലോട്ട് വീണ് അവൻ്റെ മുന്നിൽ നമ്മുടെ മനസ്സ് അവനെ അടിമയാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ പറ്റിക്കുന്നതിനകത്ത് എന്തു പറയാനാണ്? അവനവൻ നിന്ന് കൊടുത്തിട്ടാണ്. അങ്ങനെയുള്ള ഒരു 3 നക്ഷത്രങ്ങളാണ് രോഹിണി, ഉത്രം, പൂരാടം. അപ്പോൾ അതുകൊണ്ട് അത് ഇവരെ ചില സമയദോഷം കൊണ്ടാണ്. ഇവർ ചിലരെ അങ്ങ് കണ്ടമാനം വിശ്വസിക്കും. ഇത് നല്ല കാര്യങ്ങൾ പറയുന്നവർ ചിലർ വിശ്വസിക്കണമെന്നില്ല. ചുമ്മാ പൊട്ടത്തരങ്ങളും അബദ്ധങ്ങളും ഒക്കെ പറയുന്നവർ പുറകെ ചിലപ്പോൾ ഒന്ന് പോകും. അതിപ്പോൾ ഏത് കാര്യമാണെങ്കിലും, തൊഴിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു ആത്മീയ കാര്യങ്ങളായിക്കോട്ടെ, തൊഴിലായിക്കോട്ടെ, ഏതായിക്കോട്ടെ. അപ്പം അങ്ങനെ ആപത്തുകളിൽ പോയി ചാടുന്ന ഒരു സമയദോഷം ഇവരെ കൂടുതലായിട്ട് ബാധിക്കാം. അങ്ങനെയുള്ള ഒരു നക്ഷത്രമാണ് രോഹിണി. അപ്പോൾ അതിനുള്ള പരിഹാരം ഞാൻ അവസാനം പറഞ്ഞുതരാം. പിന്നെ ഉത്രം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പിതാവുമായിട്ട് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, കുടുംബപരമായ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, ഭാര്യയുമായിട്ട് പലപ്പോഴും എന്ന് വെച്ചാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്ന് കരുതി അവർ വിചാരിച്ചാൽ പരിഹരിക്കാവുന്നേ. അല്ലാതെ അത് സെപ്പറേഷൻ ആകണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നുമില്ല. അത് പൊതുവായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്ക് കുറച്ചൊക്കെ ഒരു കോംപ്രമൈസിൽ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റബിളായിട്ട് പോയാൽ എല്ലാ കാര്യത്തിലും വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സമയദോഷം കൊണ്ട് ഇവർക്ക് പല പിടിവാശിയും തോന്നും. ചിലപ്പോൾ മക്കളോട് ചില പിടിവാശി ഉണ്ടായിരിക്കും. നിനക്ക് ഞാനിപ്പോൾ സ്വത്ത് തരുന്നില്ല, നീ വല്ലതും ചെയ്യുമോ എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അല്ലെ നീ എന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചില മക്കളെ പ്രകോപിപ്പിക്കും. അല്ലെ മക്കളാണെങ്കിൽ അച്ഛനെ ചിലപ്പം ഇങ്ങനെ ചില പിടിവാശികളും അത് ഇവരുടെ സമയദോഷം കൊണ്ടാണ്. പല കാര്യങ്ങളിൽ ഇവർക്ക് ഇതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടാകാം, ലാഭമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ചിലപ്പം സുഹൃത്തുക്കളുമൊക്കെ ചിലപ്പം ശരിക്ക് പറഞ്ഞ അതൊക്കെ ഇങ്ങനെ വിശ്വസിച്ച് ഇവർക്ക് ഈ തെറ്റായ ചില വഴികളിലായിരിക്കും ഇവർ സഞ്ചരിക്കുന്നത്. ചിലപ്പോൾ വീടിനെതിരായിട്ട് അല്ലെ കുടുംബത്തിനെതിരായിട്ട് ചിലപ്പോൾ പ്രവർത്തിക്കാൻ ടെൻഡൻസി ഉണ്ടാകാം. എന്നിട്ട് എല്ലാവരും അങ്ങനെയാണെന്നോ ആകുമെന്നല്ല പറയും ചിലർക്കെങ്കിലും. ഇതൊക്കെ ഈ സമയദോഷങ്ങൾ ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള ലോൺസ് ലയബിലിറ്റീസ് ഇതിൽ പോയി ചാടാനുള്ള പ്രവണതയായിരിക്കും. ഈ രോഹിണിയാണേലും ഉത്രമാണേലും കാർത്തികയാണേലും മൂലമാണേലും പൂരമാണേലും രേവതിയാണേലും ഇനി ബാക്കി കുറച്ച് നാളുകളോട് പറയുന്നുണ്ട്. ഇതൊക്കെ എല്ലാം പൊതുവായിട്ടുള്ള കാര്യങ്ങളായി പറഞ്ഞു വരുന്നത് കേട്ടോ. അതിപ്പോൾ ഒരു നാൾ പറയുമ്പോൾ അത് മാത്രമല്ല, ഞാനീ പറയുന്ന ഈ വീഡിയോ പറയുന്ന മുഴുവൻ നാളുകളെയും ബാധിക്കുന്ന കാര്യങ്ങളായി പറയുന്നതല്ല. അപ്പം ഇവർക്ക് സമയദോഷങ്ങൾ നല്ല രീതിയിൽ ഇതുപോലെ ബാധിക്കുന്ന നക്ഷത്രമാണ് ഉത്രം. അപ്പോൾ ഉത്രം നാളുകാർക്ക് ഞാൻ ചെയ്യേണ്ട ഇതെല്ലാം പൊതുവായിട്ടുള്ള 2 കാര്യങ്ങൾ ഭദ്രകാളിക്കും കൃഷ്ണനും ഇതുവരെ ആരും പറയാത്ത 2 കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ ഞാനീ പറയുന്ന പോലെ സമയദോഷം ബാധിച്ചാൽ ഇവർക്ക് മനസ്സിലാകത്തില്ല ഇവർക്ക് സമയദോഷം ബാധിച്ചു. ഇവർ ചില പിടിവാശിയുടെ പുറത്ത് ചില വീട്ടിലെ ചില കാര്യങ്ങളായിരിക്കില്ല, സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ പിടിവാശി കാണിക്കും. അത് ജീവിതത്തിൽ കുടുംബത്തിൽ ഇവരുടെ മക്കൾക്കും ചിലപ്പം അച്ഛനും ഉത്തരവാണെങ്കിൽ മക്കൾക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാകും, മക്കൾ ഉത്തരവാണെങ്കിൽ അച്ഛന് ചിലപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. എന്ന് വെച്ചാൽ മോശം നാളാണെന്നല്ല പറഞ്ഞാൽ എല്ലാം നല്ല ഇതിലെല്ലാം ഈ പറഞ്ഞതെല്ലാം ജനിച്ച സമയം വെച്ച് നല്ല ഗുണങ്ങളും ഉണ്ടാകാം, മോശം പ്രതിസന്ധികളും ഉണ്ടാകാം. ഈ പറയുന്ന നാളുകളിലെല്ലാം അല്ലെ 27 നക്ഷത്രങ്ങളിലും ഉണ്ടാകാം. ഒന്നും പൂർണ്ണമായിട്ട് മോശം നാളും നല്ല നാളും എന്ന് പറയാൻ പറ്റത്തില്ല. നല്ല കാര്യങ്ങൾ സംഭവിക്കാം, നല്ല ജനിച്ച സമയം വെച്ചതെല്ലാം വ്യത്യാസം വരും. പിന്നെ പൊതുവായിട്ട് സാമാന്യമായിട്ട് ഈ സമയദോഷങ്ങൾ കൂടുതലായിട്ട് ബാധിക്കുന്ന ചില നക്ഷത്രങ്ങളെ ഞാൻ എടുത്ത് പറയുന്നുള്ളൂ. അവർക്ക് തന്നെ അവരുടെ ജനിച്ച സമയം നല്ലതാണെങ്കിൽ വലിയതായിട്ട് ബാധിക്കണമെന്നില്ല. പക്ഷേ ചിലർക്കെങ്കിലും ഇത് ആവർത്തിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. ഞാൻ എന്താണ് പറയുന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. പൂരാട നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത്, അങ്ങേയറ്റം വരെ തർക്കിക്കും. ഇവരൊരു കാര്യം അംഗീകരിക്കത്തില്ല. ഇവർക്ക് ചിലപ്പോൾ തെറ്റാണെന്നറിയാമെങ്കിൽ ഇവർ തർക്കിച്ചങ്ങ് നിൽക്കും. പിന്നെ ഇവർ കോംപ്രമൈസ് ചെയ്യാൻ ചില ബുദ്ധിമുട്ടാണ്. കുടുംബജീവിതത്തിലൊക്കെ ഇച്ചിരി പിടിവാശി കാണിക്കുക. അതുകൊണ്ട് തന്നെ ഈ കുടുംബമായിട്ടൊക്കെ ചിലപ്പോൾ സെപ്പറേഷൻ ആകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ അവനവൻ വിചാരിച്ചാൽ ഒരു കുഴപ്പമില്ല, ഒരു സെപ്പറേഷനും വരത്തുമില്ല. ചില പിടിവാശികൾ, ചില ആവശ്യമില്ലാത്ത ചില പിടിവാശികൾ കൊണ്ട് പിന്നെ ഇവർക്ക് സ്വത്ത് സംബന്ധമായിട്ട് സ്വത്ത് ചിലപ്പോൾ നഷ്ടപ്പെടാനും ഇവർക്ക് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവരുടെ പേര് ഭൂമിയുണ്ട്, വീടുണ്ട്, ഇവരടുത്ത സ്നേഹം കൊണ്ട് ആർക്കെങ്കിലും എഴുതി കൊടുത്തു. ചിലപ്പോൾ ഇവർക്ക് തിരിച്ചു കിട്ടാനും ചില സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇവർക്ക് കൂട്ടുകാരോട് ഭയങ്കര ഒരു ഇതായിരിക്കും. ഇവരുടെ കൂട്ടുകാരാണ് ഇവരുടെ ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും. ഇതൊക്കെ പലതും സമയദോഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. ചില പിടിവാശികളും
ഒക്കെ അങ്ങനെ 1/4 ഏക്കറോളം സ്ഥലമുള്ള പിടിവാശിയുടെ പേരിൽ നഷ്ടപ്പെടുത്തി ഇന്ന് റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പൂരാടൻകാരനെ എനിക്കറിയാം. ഞാൻ കൈരേഖ നോക്കിയിട്ടുണ്ട്, ഞാൻ നക്ഷത്രം നോക്കിയിട്ടുണ്ട്, ഞാൻ ജനിച്ച സമയം വെച്ച് നോക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്നല്ല, സാധ്യതയാണ് പറയുന്നത്. അതുകൊണ്ട് പിടിവാശികൾ, ദുർബുദ്ധികൾ, അതുപോലെ തർക്കിച്ച് ഒരു കാര്യം, അതൊക്കെ ഒരു കഴിവ് ഒഴിവാക്കുക, കാര്യങ്ങളെ അംഗീകരിക്കുക. ഇവർ കഴിവുള്ളവർ തന്നെയാണ്, ഇവർ വളരെ കഴിവുള്ളവർ തന്നെയാണ്, ഒരു സംശയമില്ല. കുടുംബജീവിതത്തിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ഇവർ സമയദോഷം കൊണ്ടാണ് ഇവർക്ക് ഈ പലരും പിടിവാശി ദുർബുദ്ധിയൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ വിചാരിക്കുന്നതും ജയിക്കണം എന്നൊരു പ്രവണത, അല്ലെ എനിക്കെല്ലാം അറിയാം എന്നൊരു പ്രവണത, അല്ലെ ഞാൻ വിചാരിക്കുന്നത് മാത്രമാണ് ശരി എന്നുള്ളൊരു പ്രവണത. അത് ഈ ഉത്രത്തിനും കൂടുതലായിട്ടുണ്ട്, പുരാടത്തിനുമുണ്ട്, ഈ രോഹിണിക്കുമുണ്ട്, കാർത്തികയ്ക്കുമുണ്ട്, മൂലത്തിനുമുണ്ട്, പൂരത്തിനുമുണ്ട്, രേവതിക്കുമുണ്ട്, ഇനിയും പറയാൻ പോകുന്ന ആളുകൾക്കുമുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഒരു ഈശ്വരാധീനത്തിന് കുറവുണ്ടായി ഈ പിടിവാശികൾ കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പരിഹാരം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഇതൊരു ചെറിയ കാര്യമല്ല. ജീവിതം ഒരുപാട് നഷ്ടപ്പെടുത്തിയവരെ എനിക്കറിയാം, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അല്ല ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത് പറഞ്ഞു തരുന്ന ഒരാളല്ല ഞാൻ. എത്രയോ ആളുകളുടെ ഞാൻ പരിശോധിച്ചു, ജീവിതം കണ്ടിട്ടായി പറഞ്ഞു തരുന്നത്. അത് പരിഹാരം പറഞ്ഞു കൊടുത്ത് അവിടെ ചോദിച്ച് മാറ്റം ഉണ്ടായിട്ടാണ് ഈ പറഞ്ഞു തരുന്നത്. അല്ല വെറുതെ വീഡിയോ വന്നിട്ട് അത് ഇതും അല്ല, നമ്മളത് അനുഭവത്തിൽ നിന്നായി പറഞ്ഞു തരുന്നത്. അതിന് വിലയുണ്ട്, വിലയല്ല മൂല്യം. അത് ജീവിതം മാറ്റും, നഷ്ടങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കും, ജീവിതം നഷ്ടപ്പെടാതിരിക്കും. ജീവിതം നഷ്ടപ്പെടാതിരിക്കും ഇന്ന് നിങ്ങളത് അറിഞ്ഞാൽ. പക്ഷേ നാളെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു നിമിഷത്തെ ഒരു ദുർബുദ്ധി, അല്ലെ നിങ്ങൾ പറയുന്ന ഒരു വാക്ക് കൊണ്ട് ജീവിതം ചിലപ്പോൾ നഷ്ടപ്പെടാം. അത് പാടില്ല. കാരണം ഞാനിപ്പോഴും ഒരു ഗ്രഹനില നോക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കൊടുത്ത വാചകം ഇതാണ്: ജീവിതം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം നഷ്ടപ്പെട്ടവരെ എൻ്റെ മുന്നിൽ ഇരുന്ന എത്രയോ ആളുകളുണ്ട്. ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ ഒരു ദുർബുദ്ധി കൊണ്ടോ ഒരു വാശി കൊണ്ടോ ഒരു കാര്യത്തിൽ നമ്മൾ ഒന്ന് അയഞ്ഞു കൊടുക്കാത്തതുകൊണ്ടോ ഒരു കടുംപിടുത്തം പിടിക്കുന്നതുകൊണ്ടോ ഒക്കെ ജീവിതം തന്നെ ചിലപ്പം ജീവിതത്തിൽ എത്രയോ നല്ല രീതിയിൽ ജീവിക്കേണ്ട ആളുകളുടെ ജീവിതം നഷ്ടപ്പെടാം. അപ്പം അത് കൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത്, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ല ചുമ്മാ കുറേ കഥ പറയുകയോ വെറുതെ ആവശ്യമില്ലാത്ത ഒരു ആർക്കും പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ പറയുകയോ ഒന്നും ഇന്നവരെ ഞാൻ ചെയ്തില്ല. ഇത് പറയുന്ന സത്യമുള്ള കാര്യങ്ങളാണ്. അറിയുന്നവർക്ക് ജീവിതം ഉണ്ടാകും, ജീവിതം നഷ്ടപ്പെടത്തില്ല. ഇനിയും പറയാൻ പോകുന്നത് പുണർന്ന നക്ഷത്രം സമയദോഷം പെട്ടെന്ന് ബാധിക്കുന്ന നക്ഷത്രമാണ്. ചില തീരുമാനങ്ങൾ ഇവരുടെ ജീവിതം തച്ചുടയ്ക്കാൻ, അല്ലെ ജീവിതത്തിൽ വലിയ ഉലച്ചിലുകൾ ഉണ്ടാക്കാൻ ചില തീരുമാനങ്ങൾ. കാരണം 15 സെൻറ്റ് സ്ഥലവും നല്ല വീടും എല്ലാ സൗകര്യമുള്ളത് ചില വാശിയുടെ പേരിൽ, ചില തീരുമാനങ്ങളുടെ പേരിൽ വിറ്റ് പോയ ആളുകളെയൊക്കെ എനിക്കറിയാം. പുണർതം. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചെറിയ കാര്യമൊന്നുമല്ല. നിങ്ങളിപ്പോൾ വിചാരിക്കും ഒരാളുടെ ഒരു തീരുമാനം ജീവിതം നശിപ്പിച്ച എത്രയോ ആളുകളുണ്ട്. അങ്ങനെയുള്ളൊരു നക്ഷത്രം തന്നെയാണ് ഈ പുണർതവും. ഞാനീ പറഞ്ഞതല്ല, കാർത്തിക, പൂരം, മൂലം, രേവതി, രോഹിണി, ഉത്രം, പൂരാടം, പുണർതം, ബാക്കി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമയദോഷം ഇവരെ പെട്ടെന്ന് ബാധിക്കാം. ചില മറ്റുള്ളവരോട് ഒരു വാശിക്കായിരിക്കും ചെയ്യുന്നത്, മക്കളോടുള്ള വാശിക്കായിരിക്കും, അല്ലെ ഭാര്യയോടുള്ള വാശിക്കായിരിക്കും, ഭാര്യയാണ് ഭർത്താവിനോടുള്ള വാശിക്കായിരിക്കും. വിറ്റേക്കാം എന്ന് വിചാരിക്കും. ചിലപ്പോൾ പിന്നെ ഒരെണ്ണം മേടിക്കാനോ ഒരു സ്ഥലവും വീടും മേടിക്കാനോ ചിലപ്പോൾ കുറേ നടന്നൊന്നും വരത്തില്ല. പിന്നെ വാടകയോ അവിടെയൊക്കെ പോയി ജീവിതം നല്ലതായ ആളുകളൊക്കെ ഉണ്ട്. അതുപോലെ തൊഴിൽ, ആരോടെങ്കിലും വാശിക്ക് ചിലപ്പോൾ ഒരു കട നടത്തുന്നതായിരിക്കും, ഇട്ടെറിഞ്ഞിട്ട് പോവുക. ചിലപ്പോൾ മക്കളോടുള്ള വാശിക്കായിരിക്കും. ഇങ്ങനെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ചില ദുർബുദ്ധികൾ, അല്ല ചില പിടിവാശികൾ. പക്ഷെ ഇത് പിടിവാശിയാണെന്നോ ദുർബുദ്ധിയാണെന്നോ ഇവർക്ക് മാത്രം മനസ്സിലാകത്തില്ല, ബാക്കിയുള്ളവർക്കെല്ലാം മനസ്സിലാകും. അതതിൻ്റെ അകത്ത് വേറൊരു കാര്യം. അവിടെയാണ് ഇത് സമയദോഷത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. ഇവർക്ക് മനസ്സിലായി ഇവർ രക്ഷപ്പെടും. ഇവർക്കെല്ലാം നഷ്ടപ്പെട്ട് മനസ്സിലായിട്ട് വല്ല കാര്യമുണ്ട്? നഷ്ടപ്പെട്ടിട്ട് പിന്നെ മനസ്സിലായിട്ട് എന്ത് കാര്യം? നഷ്ടപ്പെടുന്നതിന് മുമ്പ് മനസ്സിലാകണം. അതിനാണ് ദൈവാധീനം വേണ്ടത്. അതിനാണ് ഞാൻ ഈ അവസാനം 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നത്.
ചെയ്താൽ മതി, ഒന്നും നഷ്ടപ്പെടത്തില്ല. അവനോ വിചാരിക്കുന്ന പോലെ ജീവിതമുള്ളൂ. നമ്മളാണ് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട കാര്യങ്ങളുണ്ട്, പിന്നെ ഈശ്വരാധീനത്തിൽ കണ്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ ജനിച്ച സമയം അനുസരിച്ച് ഇതെല്ലാം വ്യത്യാസം വരും. ഇപ്പോൾ ഈ നാളായതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഈ പറയുന്ന എല്ലാ നാളുകളും ജനിച്ച സമയം വെച്ച് ഇതെല്ലാം വ്യത്യാസം വരും. എന്നിരുന്നാലും ഈ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട്, ചിലർക്കെങ്കിലും ഇത് ആവർത്തിക്കുന്ന കണ്ടിട്ടുണ്ട്, ശ്രദ്ധിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകത്തില്ല, ദോഷം ഉണ്ടാകത്തില്ല. ഇപ്പം പുണർന്ന നക്ഷത്രം, ചോതി നക്ഷത്രക്കാരും ഇവർക്ക് ഈ വാശിപ്പുറത്ത് പറയുന്ന ചില വാക്കുകൾ, അതാണ് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്നത്. അത് തന്നെയാണ് ഇവരുടെ സമയദോഷം. ദേഷ്യം വരുമ്പോൾ വാശിപ്പുറത്ത് പറയുന്ന ചില വാക്കുകളും എടുക്കുന്ന ചില തീരുമാനങ്ങളും, ഇങ്ങനെയുള്ള സമയദോഷം ഇവരുടെ ജീവിതം തന്നെ ഒരു ലെവലാക്കാം. അതിന് എല്ലാം ഞാൻ പരിഹാരം പറയുന്നുണ്ട്. ഇനിയും പറയുന്ന അവിട്ട നക്ഷത്രം. ഈ അവിട്ട നക്ഷത്രം ഇവർ ഇതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരുടെ ജീവിതത്തിൽ പാഴ്ച പറ്റുന്നത് ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ചില തീരുമാനങ്ങൾ തന്നെ അത് തന്നെ ഇവർക്ക് സമയദോഷമായിട്ട് വരും. ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാരുടെ എല്ലാം അങ്ങനെ പലതും ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത്, ആവർത്തിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവിട്ട നക്ഷത്രക്കാർ ഒരു തീരുമാനം എടുക്കുന്നു, അത് ഈശ്വരാധീനത്തോടുകൂടി വളരെ ആലോചിച്ചെടുക്കുക. ചില പിടിഭാഷികൾ കാര്യങ്ങളൊക്കെ കഴിവത് ഒഴിവാക്കുക. ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഉയർച്ച ഉണ്ടാക്കാൻ പറ്റും. ഇവർക്ക് സമയദോഷം പെട്ടെന്ന് പിടിപെടുമെന്നുള്ളതാണ്. സമയദോഷം പിടിപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയും ഈ എടുക്കുന്ന തീരുമാനങ്ങളിലൂടെയാണ് പലപ്പോഴും സമയദോഷം പിടിപെടുക. ഇപ്പോൾ ഇവരൊരു വീട് മേടിക്കുന്നത് വിചാരിക്കുക. ഇവർ ചിലപ്പോൾ വിചാരിക്കും കുറച്ചങ്ങ് മാറി വലിയ കുടുംബക്കാരൊന്നും വരാത്ത സ്ഥലത്ത് പോയൊരു വീട് മേടിക്കാം. ഉദാഹരണമാണ്, വലിയൊരു വീട് മേടിച്ച് വലിയൊരു വീട് വെച്ചെന്ന് വിചാരിക്കുക. ഏറ്റവും നല്ല ടൈൽസ് ഇടുക, നല്ല ക്ലേസിംഗ് ഉള്ള, ഇത് തന്നെയായിരിക്കും ഇവർക്ക് അബദ്ധമാകുന്നത്. ഇവരൊന്ന് തെന്നി വീണ് കഴിഞ്ഞാൽ ഇവരെ എടുത്താനോ കൊണ്ടുപോകാനോ അവിടെ ആരും കാണുന്നില്ല. ഇത് തന്നെ ഇവർക്ക് നാശമാകുന്നത് ഇവരെടുക്കുന്ന ചില ഡിസിഷൻസ്. അതേസമയം ചിലപ്പം ഇവർക്ക് പരിചയമുള്ളവരുടെ കുടുംബക്കാരുടെ അടുത്തൊക്കെ സ്ഥലവും വീടും ഒക്കെ മേടിക്കാൻ അവസരം കാണും. ഇവർ വിചാരിക്കും അത് വേണ്ട, ഇവർ ഞാൻ എപ്പോഴും നല്ല ആരോഗ്യത്തോട് കാണുമെന്നുള്ള ഒരു വിചാരത്തിലായിരിക്കും. ഇങ്ങനെ അതുപോലെ സാമ്പത്തികമായിട്ട് ചില തീരുമാനങ്ങളാണ്. ചിലപ്പോൾ ഇവർക്ക് തോന്നും മക്കളെ എല്ലാം നേരത്തെ സ്വത്തുവകകൾ മക്കൾക്ക് എഴുതി കൊടുത്തേക്കാം, എല്ലാം ജോലി തന്നെ തീർത്തേക്കാം. ചിലപ്പോൾ അത് ഇവർക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. ഇങ്ങനെ ഇവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ ശ്രദ്ധിക്കണം. അത് പൂരാടമാണേലും ഉത്രമാണേലും രോഹിണിയാണേലും പുണർദമാണേലും ചോതിയാണേലും അവിട്ടമാണേലും കാർത്തികയാണേലും മൂലമാണേലും പൂരമാണേലും രേവതിയാണേലും ഈ നാളുകാർ ഒക്കെ ശ്രദ്ധിക്കണം എടുക്കുന്ന തീരുമാനങ്ങൾ. ഒരു ദൈവാധീനം ഉണ്ടെങ്കിൽ എല്ലാം നല്ലതായിട്ട് വരും. അല്ലെന്നുണ്ടെങ്കിൽ അത് പലതിനും തീരുമാനങ്ങൾ തന്നെ ഇവരുടെ പല വിഷമങ്ങൾക്കും കാരണമാകാം. ഇതൊക്കെ ദൈവാധീനം ഉണ്ടായാൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ രോഹിണി ഉത്രം പൂരാടം ഈ നക്ഷത്രക്കാർ DNA ആസ്ട്രോളജി അനുസരിച്ച് ബുധകർമ്മയാണ്, ബുധൻ്റെ നെഗറ്റീവ് കർമ്മ. അതുപോലെ ഇപ്പം ശനികർമ്മയുണ്ട്. ഈ ബുധകർമ്മ ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് എവിടെ ഒരു തട്ടിപ്പുണ്ടല്ലോ അവിടെ പോയി ചാടാനുള്ളൊരു പ്രവണത കൂടുതലായി. ഒരു നല്ല കാര്യം പറയുന്ന ഒരാളെ കേൾക്കത്തില്ല, എന്തെങ്കിലും ശുദ്ധ മണ്ടത്തരമോ അല്ലെ തട്ടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോകും. അത് ഈ ബുധകർമ്മ ഉള്ളതുകൊണ്ടാണ്. ബുധൻ്റെ നെഗറ്റീവ് കർമ്മയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, DNA ആസ്ട്രോളജി അനുസരിച്ച്. മാത്രമല്ല ശനികർമ്മയുണ്ട്, ബുധകർമ്മയുള്ളപ്പം ശനികർമ്മയുണ്ട്. അതുപോലെ പുണർദം ചോതി അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് DNA ആസ്ട്രോളജി അനുസരിച്ച് ശനികർമ്മയം, മാത്രമല്ല ചൊവ്വാകർമ്മയുണ്ട്. അപ്പോൾ DNA ആസ്ട്രോളജി അനുസരിച്ച് ശനികർമ്മ എന്ന് ശനിയുടെ നെഗറ്റീവ് കർമ്മം, ചൊവ്വയുടെ നെഗറ്റീവ് കർമ്മയുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വീട്ടിൽ ഇപ്പം കാർത്തിക പൂരം മൂലം രേവതി ഈ 4 നാളുകളുണ്ടെന്ന് വിചാരിച്ചു. ഇതിലേതെങ്കിലും 2 നാളുകളോ 3 നാളുകളോ ആ ഒരു കുടുംബത്തിൽ അല്ല താമസിക്കുന്ന വീട്ടിൽ ഇപ്പോൾ 2 മക്കൾക്ക് മൂലമാണ്, അല്ലെ ഒരു മോന് മൂലോ ഒരു മോന് പൂരവുമാണ്. ഇങ്ങനെ ആ വീട്ടിൽ താമസിക്കുന്ന മക്കൾക്കോ ആ വീട്ടിൽ താമസിക്കുന്ന അച്ഛനോ അമ്മോ ആർക്കെങ്കിലും ഇതിലേതെങ്കിലും 2 നാളോ 3 നാളോ ഇങ്ങനെ ആവർത്തിച്ചാലും ഈ ചൊവ്വാകർമ്മയുടെ ഫലം കൂടുതലായിട്ട് ആ വീട്ടിൽ അനുഭവിക്കും.
ശുഭകർമ്മ എന്ന് വെച്ചാൽ എന്നറിയോ? കലഹം, അഭിപ്രായ വ്യത്യാസം, എപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികൾ, ഇതൊക്കെ ഉണ്ടാകാം. എന്ന് കരുതി അവരൊക്കെ ജനിക്കുന്ന സമയം വെച്ച് നല്ലതാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇതിന് ചെറിയ സാധ്യതകളുണ്ട്, നിർബന്ധമില്ല. ഭദ്രകാളിയെ വിളിച്ചാൽ ഒരു കുഴപ്പമില്ല. വിളിച്ചവരെല്ലാം നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. എല്ലാം ഒരു കുഴപ്പമില്ല. അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടാകാതിരിക്കാനായി പറഞ്ഞത് ഒരു നിർബന്ധവുമില്ല. സാമാന്യ സാധ്യതയാണ് പറഞ്ഞത്. നമ്മൾ വിചാരിച്ച ഒഴിവാക്കാം, അതിനുള്ള മാർഗ്ഗമാണ് പറഞ്ഞത്. പിന്നെ സാമ്പത്തികമായിട്ട് ലോൺസ് ലയബിലിറ്റീസ്, കാരണം വ്യാഴകർമ്മയുണ്ട്, ശുഭകർമ്മയുണ്ട്, വ്യാഴകർമ്മയുണ്ട്. സാമ്പത്തികമായിട്ട് ബാധ്യതകൾ വലിച്ചു വെക്കരുത്. ആരാ? കാർത്തിക, പൂരം, മൂലം, രേവതി ആദ്യമൊക്കെ അടയ്ക്കാൻ പറ്റിയാലും പിന്നീട് ഇവർ ഉദ്ദേശിക്കാത്ത പല പ്രതിസന്ധികളും കടന്നു വരാം. അതാ DNA അസ്ട്രോളജി അനുസരിച്ചാൽ ആ കർമ്മയുടെ ബേസ് പറയുന്നത് കേട്ടോ. അപ്പം ശുഭകർമ്മയും വ്യാഴകർമ്മയുണ്ട്. വ്യാഴകർമ്മ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത ബാധ്യത എടുത്ത് തല വെക്കാതിരിക്കുക. ലോൺ എടുത്താൽ അടയ്ക്കാമെന്നുണ്ടെങ്കിൽ ലോൺ എടുക്കുക, അല്ല എടുക്കാതിരിക്കുക. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, കൂടുതൽ അധ്വാനിക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അല്ലാതെ ഒരു കുഴപ്പമില്ല. അതുപോലെ രോഹിണി, ഉത്രം, പൂരാടം ഈ നാളുകാർക്ക് ബുധകർമ്മയും ശനികർമ്മയാണ്. അപ്പോൾ ശനികർമ്മ ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലെ പല പ്രതിസന്ധികളും പോയി അങ്ങോട്ട് ചാടാൻ ശ്രദ്ധിക്കണം. പിന്നെ പുണർന്നം, ചോദ്യ, അവിട്ടം ഇവർക്ക് ശനികർമ്മയും ശുഭകർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരും ജീവിതത്തിലെ പല പ്രതിസന്ധികളും ഉണ്ടാകാം. അതുപോലെ പല കൂട്ടുകെട്ടുകൾ, തീരുമാനങ്ങൾ, മറ്റുള്ളവരുടെ വാശി, ഇതുകൊണ്ടൊക്കെ പല അബദ്ധങ്ങളായ തീരുമാനങ്ങൾ എടുക്കാതെ അവനവൻ്റെ ജീവൻ തന്നെ നശിപ്പിക്കാതെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. പറഞ്ഞതേ ഉള്ളൂ. ഇനിയും പരിഹാരം പറഞ്ഞുതരാം. ഈ പറഞ്ഞതെല്ലാം സാമാന്യ ഫലങ്ങളാണ് മുഴുവൻ കേട്ടോ. ഇവർക്ക് മാത്രമല്ല ഈ അനുഭവം ഉണ്ടാകുമെന്നുള്ളതല്ല. ഇവർക്ക് ഈ പറഞ്ഞ ആളുകൾക്കെല്ലാം ഇത്ര അനുഭവം ഉണ്ടാവണം നിർബന്ധവുമില്ല. ജനിച്ച സമയം അനുസരിച്ച് ഇതിലെല്ലാം വ്യത്യാസം വരും. സാമാന്യമായിട്ട് ആവർത്തിക്കുന്ന ചിലരുടെയെങ്കിലും ജീവിതം കണ്ടതിൽ ആവർത്തിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇത് മനസ്സിലാക്കിയാൽ അതൊരു ഗുണം ഉണ്ടാകും, ദോഷമൊന്നും ഉണ്ടാകത്തില്ല. അതിനുവേണ്ടി പറഞ്ഞതാണ്. അപ്പം വ്യാഴാഴ്ച അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി ഒരു പാൽപായസത്തിന് രസീതെടുത്തു. ഓം ദേവകി നന്ദനായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാൽ ഈ മന്ത്രം ജപിച്ചിട്ട് അവനവൻ്റെ ആവശ്യം പറഞ്ഞ പാൽപായസത്തിൻ്റെ രസീത് നടക്കോട്ട് വെക്കുക. ഇത് വ്യാഴാഴ്ചകൾ ആവർത്തിക്കുക. മലയാള മാസം 1-ാം തീയതി ആവർത്തിക്കുക. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി ആവർത്തിക്കുക. സാധിക്കുന്ന പോലെ ഇങ്ങനെ മാസത്തിൽ ഇത്രയും ആവർത്തിക്കുക. ഏറ്റവും നല്ല നിലയിലുള്ള ഉയർച്ചകളും ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. ഒരാപത്തിലും പോയി ചാടത്തില്ല. തീരുമാനങ്ങളെല്ലാം നല്ലതായിട്ട് എടുക്കാൻ പറ്റും. അവനവൻ്റെ തീരുമാനം അവനവൻ തന്നെ പ്രശ്നമാകാതെ നല്ല ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ എല്ലാം നല്ലതായിട്ട് വരത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അടുത്തത് വെള്ളിയാഴ്ച അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഇതെല്ലാം രാവിലെ ചെയ്യേണ്ട കാര്യം കേട്ടോ. ഓം രുദ്രസുതായേ വിദ്മഹേ ശൂലഹസ്തായേ ധീമഹി തന്നോ കാളി പ്രചോദയാത്. ഈ മന്ത്രം, ഈ ഗായത്രി മന്ത്രം 3 തവണ നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ വാഗൊണ്ട് ജപിച്ച് കടുംപായസത്തിന് രസീത് എടുത്ത് ആ രസീതും നടക്കി വെച്ച് അമ്മയോട് പ്രാർത്ഥിക്കുക. എല്ലാ ഉയർച്ച ഉണ്ടായവരും ഈ നക്ഷത്രക്കാർക്കെല്ലാം, ഇത് 27 നക്ഷത്രക്കാർക്കും ചെയ്യുകയും ചെയ്യാം. അത്ഭുതകരമായ വിദ്യ പറഞ്ഞത്. കാരണം ആരുടെയും ജീവിതം ഏറ്റവും നല്ലതായിട്ട് ജീവിക്കട്ടെ, ആ ഒരു പ്രാർത്ഥനയിലാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് ജീവിതം മാറ്റാൻ പറ്റും, മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതുകൊണ്ട് ജീവിതം മാറ്റാൻ പറ്റും, ഈശ്വരാധീനം ഉണ്ടാകുന്നതുകൊണ്ട് ജീവിതം മാറ്റാൻ പറ്റും. ജീവിതത്തിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങളും ദുരിതങ്ങളും ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഒഴിവാക്കുമ്പോഴാണ് അത് ജീവിതമാകുന്നത്, അത് ഈശ്വരീയമാകുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ നല്ല ചിന്തയോടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇന്ന് എന്നെ കാണാൻ എൻ്റെ ഒരു സുഹൃത്ത് വന്നു. പ്രീ ഡിഗ്രി തൊട്ട് BCom വരെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. 23 വർഷങ്ങൾക്ക് ശേഷമാണ് ആ വ്യക്തിയെ ഞാനിന്ന് കാണുന്നത്. വളരെ സന്തോഷം തോന്നി. വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം ബുക്കൊക്കെ എഴുതുന്നുണ്ട്. വളരെ കഴിവുള്ള, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, സ്നേഹമുള്ള, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു വ്യക്തിയാണ്. അന്ന് പഠിക്കുന്ന കാലഘട്ടത്തിൽ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊക്കെ ഞാനത് കഴിഞ്ഞ് ഞാൻ സഞ്ചരിച്ച വ്യത്യസ്തമായ വഴികളിലൂടെ 8 വർഷം അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം 12 വർഷം അതിനുശേഷം ഞാൻ അതിനുശേഷമൊന്നുമല്ല, ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു, ആത്മീയമായ വഴികളിൽ സഞ്ചരിച്ചു. നിരവധി ഗുരുക്കന്മാർ, ക്രിയാകുണ്ടലിനി പ്രാണായാമം സ്വീകരിച്ചപ്പോൾ തൊട്ടാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായത്. ഗുരുവിൽ നിന്ന് സ്വീകരിച്ചു.
അത് കഴിഞ്ഞ് ശ്രീ എമ്മിനെ കാണാൻ എനിക്ക് അവസരമുണ്ടായി. എം എൻ്റെ ഈ ചെവിയിൽ ഗുരുവിൻ്റെ മന്ത്രം പറഞ്ഞു തന്നു. അതൊരു വലിയ അനുഭവമായിട്ട് ഞാൻ വിചാരിക്കും. ഞാൻ ചോദിച്ചു, പുള്ളി തന്നു. അങ്ങനെയൊന്നും കൊടുക്കുന്ന കാര്യങ്ങളല്ല. അതിനുശേഷം എനിക്കൊരു അവധൂതനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവധൂതൻ്റെ മുന്നിൽ നിന്ന് അഗസ്ത്യരെക്കുറിച്ച് അറിയുന്നു, അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കിട്ടുന്നു. അങ്ങനെ എത്രയോ വഴികളിൽ പിന്നെ സഞ്ചരിച്ചു ഞാൻ. അപ്പം നമ്മുടെ സുഹൃത്ത് മറ്റ് അദ്ദേഹത്തിൻ്റെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വഴികളിൽ പിന്നെ ഞങ്ങൾ 23 വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ്. അപ്പം പരസ്പരം കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അപ്പം ഞാൻ അന്ന് പഠിക്കുന്ന കാലത്തെ ചില കാര്യങ്ങൾ ഓർത്തു. പഠിക്കുമ്പോൾ സാറ് നമ്മളെ പഠിപ്പിക്കുമ്പോഴായിരുന്നു ഇന്ന് ഇപ്പോൾ അതുമായിട്ടുള്ള കണക്ഷൻ എല്ലാം വിട്ടു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അക്കൗണ്ടൻസിയുടെ ചില റൂൾസ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇതൊക്കെ ഞാൻ ഇപ്പോഴും സുഹൃത്തിനെ കണ്ടപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് ഞാൻ +2 അക്കൗണ്ടൻസി പഠിപ്പിച്ചിട്ടുണ്ട്, ജയിപ്പിച്ചിട്ടുമുണ്ട്. ചുമ്മാ പഠിപ്പിക്കുകയല്ല, ജയിപ്പിച്ചിട്ടുണ്ട്. ട്യൂട്ടോറിയൽ കോളേജിൽ പിന്നെ അക്കൗണ്ടൻ്റായിട്ട് 12 കൊല്ലം ജോലി ചെയ്തു. പിന്നെ ആത്മീയമായ വഴികളിലൂടെ എൻ്റെ സഞ്ചാരം. അതെല്ലാം ഇന്ന് ഓർത്ത്, അതെല്ലാം സുഹൃത്ത് വന്നപ്പോഴാണ് ആ നിമിഷങ്ങളെല്ലാം ഓർത്ത്. പഠിക്കുന്ന കാലത്ത് ആ പഠിക്കുന്ന വിഷയങ്ങളാണ് എല്ലാം. എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന് 91 മാർക്കുണ്ടായി. അന്ന് അത് നന്നായിട്ട്, അത് മാത്രമായിരുന്നു മനസ്സിൽ. പക്ഷെ പിന്നെ ഞാൻ മനസ്സിലാക്കി അതിനപ്പുറത്ത് ചില സത്യങ്ങൾ ജീവിതത്തിലുണ്ട്, ചില അറിവുകൾ ജീവിതത്തിലുണ്ട്. അത് ഈ ആത്മീയ വഴികളിലാണ് മനസ്സിലാക്കിയത്. അതിനെ തേടിയാണ് ബുദ്ധൻ സഞ്ചരിച്ചതും, അതിനെ തേടിയാണ് രമണ മഹർഷി സഞ്ചരിച്ചതും, അതിനെയാണ് ശ്രീ ശങ്കരാചാര്യൻ അറിഞ്ഞതും. നമ്മളുടെ ആത്മീയമായ അറിവുകളെയാണ്, ആത്മീയമായ അനുഭവങ്ങളെയാണ്. എൻ്റെ യാത്രയിൽ അങ്ങനെ ജീവിതത്തിൽ ഒറ്റ അവധൂതനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുന്ന് എനിക്ക് വിദ്യ കിട്ടി. അതാണ് എൻ്റെ അകത്ത് രസം. അഗസ്ത്യരിലേക്കുള്ള അവിടെ നിന്നാണ് ഞാൻ അഗസ്ത്യരെക്കുറിച്ച് കൂടുതൽ കേട്ടുകൂടുന്നത്. അപ്പം എല്ലാം തന്ന ഈശ്വരന് നന്ദി. അപ്പം ഞങ്ങളിന്ന് ആ സുഹൃത്ത്, ഞങ്ങൾ 2 സുഹൃത്തുമായിട്ട് ഇവിടെ വന്ന് ഓഫീസിൽ വന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ വഴികളിലെ ചില കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ചില ജീവിതങ്ങൾ പറഞ്ഞു. വളരെ മനോഹരമായ നിമിഷങ്ങളായിരുന്നു. ഞാൻ എൻ്റെ പഴയ ആ കോളേജ് കാലത്തിലേക്ക്, ആ BCom പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്തിലേക്ക് മനസ്സൊന്ന് പോയി. ആ ദിവസങ്ങൾ, അന്ന് അക്കൗണ്ടൻസിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ വിശ്വസിച്ച ആ പഠിക്കുന്ന കാര്യങ്ങൾ, അക്കൗണ്ടൻസി ആയിക്കോട്ടെ, ബിസിനസ് സ്റ്റഡീസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, സ്റ്റാറ്റിസ്റ്റിക്സ് ആയിക്കോട്ടെ, അതാണ് എൻ്റെ ലോകമെന്നാണ് സങ്കല്പിച്ചത്. പക്ഷേ അതിനുശേഷം ജീവിതാനുഭവങ്ങൾ, യാത്രകൾ, എത്രയോ ഗുരുക്കന്മാർ, എത്രയോ വിദ്യകൾ, ബാബാജിയുടെ ക്രിയ കൊണ്ടല്ലേ പ്രാണായാമം, എത്രയോ അറിവുകൾ, എത്രയോ അനുഭവങ്ങൾ, എത്രയോ ആളുകൾ ജീവിതങ്ങൾ മാറിയ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ലക്ഷക്കണക്കിന്, എത്രയോ എല്ലാം ഞാൻ നല്ല സത്യസന്ധമായ കാര്യങ്ങളെ പറയാറുള്ളൂ. അല്ലാതെ ഇന്നേ വരെ ഞാനൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എൻ്റെ പുറകെ നടക്കാനോ ഒന്നും ഞാൻ പറയത്തില്ല. നിങ്ങളുടെ സമയവും ടൈമും നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. ഞാൻ വീഡിയോ കൂടെ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ല അതൊരു ചെയ്യണ്ട, നല്ല കാര്യങ്ങൾ. അതോടൊപ്പം നിങ്ങളുടെ കഴിവൂടെ ഉപയോഗിക്കണം. അപ്പോഴേ നമ്മൾ ആ ഈശ്വരനോട് അതും പ്രാർത്ഥനയാണ്, നമ്മുടെ കഴിവ് ഉപയോഗിക്കണം. ജീവിതം എല്ലാവർക്കും ഒരു അവസരമാണ്, എല്ലാത്തിനുള്ള അവസരമാണ്. സ്വയം തിരിച്ചറിയാനും, സ്വയം വളരാനും, ഉയർച്ച ഉണ്ടാകാനും എല്ലാത്തിനുള്ളൊരു അവസരമാണ്. ചിലരത് നശിപ്പിച്ച് കളയും, ചിലരത് പ്രയോജനപ്പെടുത്തും. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതം അനുഭവിച്ചവരല്ല, അവർ വേറിട്ട വഴികളിൽ സഞ്ചരിച്ചവരാണ്. മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ കോപ്പി ചെയ്യുന്നവരല്ല. വ്യത്യസ്തമായി ചിന്തിക്കുന്നവരും വ്യത്യസ്തമായിട്ട് സഞ്ചരിച്ചവരുമാണ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണിച്ചത്. വ്യത്യസ്തനാകാൻ എപ്പോഴും ശ്രമിക്കുക. നിങ്ങളാണേലും നിങ്ങളുടെ തൊഴിൽ മേഖലയിലാണേലും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുക. എൻ്റെ ഇന്ന് വന്നെ കാണാൻ പോകുന്ന സുഹൃത്ത് വ്യത്യസ്തനാണ്. അദ്ദേഹം വ്യത്യസ്തമായ പുസ്തകങ്ങളാണ് എഴുതുന്നത്, വ്യത്യസ്തമായ നോളജാണ്, ബെസ്റ്റ് സെല്ലർ ബുക്സാണ് അദ്ദേഹത്തിൻ്റെ. ഞാൻ ആശംസകളൊക്കെ നേർന്നു. ഒരുപാട് ബുക്കുകൾ എഴുതാൻ പറ്റട്ടെ എന്ന് അദ്ദേഹത്തിന് ഞാൻ ആശംസകൾ നേർന്നു, ഈശ്വരനോട് പ്രാർത്ഥിച്ചു.
എല്ലാ നല്ല നിമിഷങ്ങളും നൽകിയ ഈശ്വരന് നന്ദി. എല്ലാവർക്കും നന്ദി. ആ ഒരു നല്ല മൊമെൻ്റ് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ നിങ്ങളുമായിട്ട്. എല്ലാവർക്കും ആ ഒരു പഴയ ചില കാലത്തിലേക്ക് പോയതേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.